ഡിസ്കസ് ചെയ്യാനുള്ള CGL 2024 ടയർ 1 10-ാം തീയതി നടന്ന ഷിഫ്റ്റ് 1 ആണ്. മാത്സിൽ എന്താണ് ഫുള്ള് ക്വസ്റ്റ്യൻ ഇന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ മാത്സിൻ്റെ? ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എന്താ? ഈ പുള്ളിക്കാരത്തി സോൾഡ് ഹെർ സ്കൂട്ടർ ഫോർ 42,564 ഗെയിൻ 1/6 ഓഫ് ദ സെല്ലിംഗ് പ്രൈസ്. അങ്ങനെയാണെങ്കിൽ എത്ര പ്രോഫിറ്റ് പെർസെൻറ്റേജ് എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അതായത് 42,564 ഡിവൈഡ് ബൈ 6 ചെയ്യുമ്പോൾ എത്ര കിട്ടുക? അതാണ് എന്ത് പ്രോഫിറ്റായിട്ട് മൊത്തം കിട്ടിയത് നമുക്ക്. ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര? 6 36 6 7 42. ഇനി അടുത്ത 5 ആണ്. 5 6-നേക്കാളും താഴെ ഉണ്ടെന്നാണ്, അതെടുക്കാൻ പറ്റില്ല. അപ്പോൾ 0 ഇട്ട് കൊടുത്തിട്ട് 56 എടുത്തോളുക. അപ്പം 6 9 എത്രയാണ്? 6 9 54 വരും. അപ്പം 9 54 വരും. റിമൈൻഡർ എത്രയാണ്? 2. ഇനി 24 എത്തിക്കാൻ 6 4 24 ആണ്. അപ്പം എത്രയാണ് ലാഭം കിട്ടിയത്? 7,094 രൂപ ലാഭം കിട്ടിയത്. അപ്പം 42,564 വിറ്റു 7,000 രൂപ ലാഭം കിട്ടിയെന്ന് പറഞ്ഞാൽ കോസ്റ്റ് പ്രൈസ് എത്രയാണ്? ഈ 42,564 7,094 കുറച്ചാൽ പോരെ. അപ്പം 42,564 7,000 പോയാൽ എത്രയാണ്? അത് 35,564 വരും. 35,564 വരും. ഇതിനകത്ത് 564 വരും. ഇതിനകത്ത് എന്താണ്? ഒരു 94 കൂടെ കുറയ്ക്കണം. 100 കുറിച്ചിട്ട് എന്താണ് ഒരു 6 ആഡ് ചെയ്താൽ മതി. അപ്പം 35,470 വരും. ഇതാണ് കോസ്റ്റ് പ്രൈസ്. ഇനി എന്താണ് പെർസെൻറ്റേജ് കാണാൻ എളുപ്പമല്ലേ? ലാഭം കിട്ടിയത് 70, 94 ഡിവൈഡ് ബൈ കോസ്റ്റ് പ്രൈസ് 35,470 ഇൻറ്റു 100 ചെയ്താൽ മതി. ഇവിടെ എന്താണ് 7 5 35 അറിയാം. അപ്പം ഏകദേശം 5 വരുന്ന മനസ്സിലായി. അപ്പം ഞാനിവിടെ ചുമ്മാ എന്താണ് 94 ഇൻറ്റു 5 ചെയ്ത് നോക്കുക. 94 ഇൻറ്റു 5 ചെയ്യുമ്പോൾ എത്രയാണ്? 940 പകുതി എടുത്താൽ മതി. ഇവിടെ എന്താ കറക്റ്റ് 470 വരുന്നുണ്ട്. 940 പകുതി എത്രയാണ്? 470 ആണ്. 940 പകുതി എത്രയാണ്? 470 ആണ്. അപ്പം ഇത് ഇൻറ്റു 5 ചെയ്യുമ്പോഴാണ് എന്ത് 35,470 വരുന്നത് മനസ്സിലായി. അപ്പം എന്താണ് 1/5 ആണ്. അപ്പോൾ 1/5 ഇൻറ്റു 100 ചെയ്യുമ്പോൾ എത്രയാണ്? 20% ആണ്. കാരണം 1/5 ഫ്രാക്ഷണൽ വാല്യൂ ആണ്. 1/5 ഫ്രാക്ഷണൽ വാല്യൂ പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എത്രയാണ്? അത് 20%. പെർസെൻറ്റേജ് ടേബിൾ കറക്റ്റായിട്ട് പഠിച്ചവർക്കറിയാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? കിരൺ ലെൻഡ് 4,000 to a person such that one part of the റേറ്റ് എത്ര? 8% പെർ ആനം. അത് കഴിഞ്ഞ് രണ്ടാമത്തെ പാർട്ട് 10% പെർ ആനം. ഹി ഗോട്ട് ആൻ ആനുവൽ സിമ്പിൾ ഇൻട്രസ്റ്റ് ഓഫ് എത്രയാണ്? 352. ദെൻ വാട്ട് ഈസ് ദ സം ലെൻഡ് അറ്റ് 10% എന്ന് ചോദിച്ചിരിക്കുന്നത്. അലിഗേഷൻ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യനാണ്. അലിഗേഷൻ അല്ലാതെ വേണമെങ്കിൽ ചെയ്യാം. ഇപ്പോൾ ആദ്യത്തേത് 8% കിട്ടി, രണ്ടാമത്തേത് 10% കിട്ടി. അപ്പം 4,000 8% എടുക്കുമ്പോൾ എത്രയാണ്? അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ അല്ലേ? 4,000 മൊത്തത്തിൽ സ്പ്ലിറ്റ് ചെയ്തേക്കുവാണല്ലോ. നമുക്ക് അലിഗേഷൻ വെച്ച് തന്നെ ചെയ്യാം. അപ്പം ഇവിടെ 8%, ഇവിടെ 10%. നമുക്ക് ആവറേജ് എത്രയാണ്? ആവറേജ് കണ്ടുപിടിക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കുന്നത്? കാരണം ഇവിടെ 352 അറിയാം. അപ്പം 4,000 ഇൻറ്റു ഒരു വർഷത്തേക്ക് 8 ഇൻറ്റു 6/100. അപ്പം ഇത് ചെയ്യുമ്പോൾ എത്ര? 300. ഇത് ചെയ്യുമ്പോൾ എത്രയാണ്? 352 പറഞ്ഞേക്കുന്നത്. അപ്പോൾ 6ൻ്റെ വാല്യൂ കിട്ടണമെങ്കിൽ എന്താ? 352 ഡിവൈഡഡ് ബൈ 40 വരും. അപ്പോൾ ഇത് ഡിവൈഡ് ചെയ്യാൻ നേരത്തെ എത്രയാണ്? 4 8 32 വരും. 48 എന്ന് പറയുമ്പോൾ 320 വരും. ഇവിടെ 8 വരും. റിമൈൻഡർ എത്രയാണ്? റിമൈൻഡർ 32 വരും. അപ്പം 0 കൊടുത്തിട്ട് 320 ആക്കി കൊടുക്കാം. അപ്പം എന്താ 8 4 എത്രയാണ്? 32 വരും. അപ്പം 40 ഇൻറ്റു 8 ചെയ്യുമ്പോൾ എത്രയാണ്? 320 വരും. അപ്പം 352 ഡിവൈഡ് ബൈ 40 ചെയ്യുമ്പോൾ 8.8 വരും. അപ്പം നമുക്കിവിടെ ആവറേജ് എത്രയാണ്? ആവറേജ് 8.8% എന്ന് വരും. മൊത്തം
കിട്ടിയ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 4000-ൻ്റെ 8.8%. ഇനി അലിഗേഷൻ ചെയ്യാം. 10 - 8.8 ചെയ്യുമ്പോൾ എത്രയാണ്? 1.2 വരും. ഇവിടെ എത്രയാണ്? 0.8 വരും. രണ്ട് സൈഡിൽ ഞാൻ ഒരു 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പം ഇവിടെ 8 വന്നു, ഇവിടെ 12 വന്നു. ഇനി ഇത് റേഷ്യോ ആക്കാൻ എളുപ്പമാണ്. 4 2s are 8 വന്നു, 4 3s are 12 വന്നു. ഇപ്പോൾ 3:2 ആണ്. ഈ 4000 എന്ന് പറയുന്നതിനെ മൊത്തം സ്പ്ലിറ്റ് ചെയ്തേക്കുന്നത് എത്രയാണ്? 3:2. അതായത് 5ൻ്റെ വാല്യൂ 3 2 കൂടെ കൂട്ടുമ്പം 5ൻ്റെ വാല്യൂ 4000. അങ്ങനെയാണെങ്കിൽ നമ്മോട് ചോദിച്ചേക്കുന്നത് 10% ഇൻട്രസ്റ്റിൽ കൊടുത്തേക്കുന്നതിൻ്റെ വാല്യൂ എത്രയാണ്? അതായത് ഈ 2ൻ്റെ വാല്യൂ എത്രയാണ്? അപ്പം 5ൻ്റെ വാല്യൂ 40,000, 2ൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. അപ്പം 5ൻ്റെ വാല്യൂ 4000 ആണെങ്കിൽ എങ്ങനെയാണ്? 4000/5 ചെയ്യുമ്പം 1ൻ്റെ വാല്യൂ പറയുന്നത് 800 അപ്പം 2ൻ്റെ വാല്യൂ എത്രയാണ്? 1600 ആവും. 1600 കറക്റ്റ് ആൻസർ. ഓപ്ഷൻ 3. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഇതിനകത്ത് താഴെ തന്നേക്കുന്ന ഏത് റൂള് പ്രകാരമാണ് 2 ട്രയാങ്കിൾ നോട്ട് കോൺഗ്രുവൻ്റ് അല്ലാത്ത ഏതാണെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പം SSS എന്താണ്? സൈഡ് കോൺഗ്രുവൻ്റ് ആണ്. പിന്നെ SAS ഇതും എന്താണ്? ഇത് കോൺഗ്രുവൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. ഇനി മൂന്നാമത്തെ കേസ് എന്താ? 2 ട്രയാങ്കിൾ അവരുടെ 2 ആംഗിളുകൾക്ക് ഇടയിലുള്ള സൈഡ് ഈക്വൽ ആണെന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ കേസിലും എന്താണ്? ഇതും കോൺഗ്രുവൻ്റ് ആണ്. AS റൂള്. ഇതിനകത്ത് തെറ്റായത് ഏത്? ആംഗിളാണ്. 3 ആംഗിൾ ഒരു ട്രയാങ്കിളിൽ ഈക്വൽ ആയെന്ന് ഓർത്ത് ട്രയാങ്കിൾ കോൺഗ്രുവൻ്റ് ആവത്തില്ല. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ എന്താ? 2 + tan square 2a + cos square 2a എന്ന് പറയും. 2a ഡിവൈഡ് ബൈ sec 2a × cosec 2a എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു ഇതിനകത്ത് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ 2നെ ഞാൻ എന്താണ് സ്പ്ലിറ്റ് ചെയ്ത് എഴുതും. അതായത് 1 + tan square 2a + 1 + cot square 2a ഡിവൈഡഡ് ബൈ എന്താണ്? sec 2a × cosec 2a ആണ്. ഈ 1 + tan square c എന്താണ്? അത് sec എന്താണ്? ഈ 1 + ഇവിടെ ഈ 1 + tan square 2a എന്ന് പറയുന്നത് sec square 2a. അപ്പം sec square 2a എന്ന് എഴുതി. പ്ലസ് 1 + cot square 2a എന്താണ്? അത് cosec square 2a ഡിവൈഡഡ് ബൈ sec square 2a × cosec square 2a. അല്ലെങ്കിൽ അവിടെ ഇപ്പോൾ ന്യൂമറേറ്റർ മാത്രം എടുത്താൽ മതി. നമുക്ക് ന്യൂമറേറ്റർ മാത്രം എടുത്ത് സോൾവ് ചെയ്യാം. തൽക്കാലം ഇപ്പം ന്യൂമറേറ്റർ മാത്രം എടുക്കുന്നുള്ളൂ. അപ്പോൾ sec square 2a + cosec square 2a എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 1 / cos square 2a + 1 / sin square 2a എന്ന് എഴുതാം. ഇത് ഇനി LCM എടുക്കുമ്പോൾ എന്താ? sin square 2a + cos square 2a / sin square 2a × cos square 2a എന്നാണ്. അതായത് sin square 2a + cos square 2a / cos square 2a × sin square 2a എന്നാവും. ഇനി ഇവിടെ ഇത്രയും ഭാഗം എന്താ? sin square 2a + cos square 2a എന്താണ്? അത് 1 ആണ്. ഇത് മൊത്തം പോയിട്ട് എന്തെന്ന് വരും? ഇവിടെ 1 എന്നാണ് വരിക. മൊത്തം പോയിട്ട് ഇവിടെ 1 എന്ന് വരും. ഇനി ഇവിടെ ഈ cos square 2a × sin square 2a അത് 1 / cos square 2a × sin square 2a. അതിനെ തിരിച്ചാക്കുമ്പോൾ, അതായത് ഇൻവേഴ്സ് എടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? sec square 2a × cosec square 2a
സ്ക്വയർ 2a എന്നാവും. ഇനി ഡിവൈഡ് ബൈ നമ്മളിവിടെ മാറ്റി വെച്ച ഡിനോമിനേറ്റർ കൂടെ ഇട്ട് കൊടുക്കുക. അപ്പം 6 സ്ക്വയർ a ഇൻറ്റു കൊസിക് സ്ക്വയർ എന്ന് വരും. അപ്പോൾ ഒരു സീക്ക് സ്ക്വയറും വെട്ടിപ്പോയി, കൊസിക് സ്ക്വയറും ഒരു കൊസിക് സ്ക്വയറും വെട്ടിപ്പോയി. ബാക്കിയുള്ള എന്താ? സീക്ക് സ്ക്വയർ സീക്ക് 2a ഇൻറ്റു കൊസീക്ക് 2a ആണ് ഉത്തരം വരുന്നത്. ഇവിടെ ഓപ്ഷൻ എന്താണ് തന്നേക്കുന്ന ഓപ്ഷൻ ചെറിയൊരു വ്യത്യാസമുണ്ട്, മൈനസ് അല്ല ഇൻറ്റു ആ വരുന്നത്. ഫസ്റ്റ് ഓപ്ഷനാണ് കറക്റ്റ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്താ? എക്സ് വൈ ഇസഡ് ആർ 3 പോയിൻറ്റ്സ് ഓൺ എ പ്ലെയിൻ വിത്ത് എക്സ് വൈ തന്നിട്ടുണ്ട് 11 സെൻറ്റിമീറ്ററിന്, വൈ ഇസഡ് 13 സെൻറ്റിമീറ്ററിന്, ഇസഡ് എക്സ് എത്ര 24 സെൻറ്റിമീറ്ററിന്. ദ നമ്പർ ഓഫ് സർക്കിൾ ദാറ്റ് ട്രാവൽസ് ത്രൂ ദ പോയിൻറ്റ് എക്സ് വൈ ഇസഡ് എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്. ഈ 3 പോയിൻറ്റിൽ കൂടെ സർക്കിൾ പോയില്ലയോ എന്നറിയാൻ എന്താ ചെയ്യണ്ടേ? ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റുമോ എന്ന് നോക്കത്തില്ലേ, ആ ഒരു കണ്ടീഷനെ ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യണം. അതായത് രണ്ട് സൈഡിൻ്റെ സം എന്ന് പറയുന്നത് എന്താണ്? മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വരത്തില്ല, ഗ്രേറ്റർ ദാൻ ദ തേർഡ് സൈഡ്. ഇവിടെ എക്സ് വൈ നോക്കുമ്പോൾ എത്രയാണ്? 11. വൈ ഇസഡ് എത്രയാണ്? 13. എക്സ് ഇസഡ് എത്രയാണ്? 24. ആദ്യം നമ്മൾ ഈ രണ്ട് സൈഡും കൂടി എടുത്താൽ എത്രയാണ്? 11ഉം 13ഉം കൂടെ കൂട്ടി എത്രയാണ്? 11ഉം 10ഉം 21, 21, 3, 24 വരും. ഇപ്പോൾ 24 ഗ്രേറ്റർ ദാൻ 24 ആണോ? അല്ല, 24 ഈക്വൽ ടു 24, ഈക്വൽ ടു വന്നിട്ട് കാര്യമില്ല. അപ്പോൾ ഈ കണ്ടീഷൻ ഫോൾസ്. വേറെ ഏത് സൈഡ് എടുത്താലും ഓക്കെ. 13, 24 കൂടെ കൂട്ടി എന്താണ്? 11നേക്കാളും വലുതാണ്. അതുപോലെ 24ഉം 11ഉം കൂടെ കൂട്ടിയാൽ 13നേക്കാളും വലുതാണ്. പക്ഷെ നമ്മളിവിടെ ഒരു ഇനീക്വാളിറ്റി നോക്കുമ്പോൾ ഒരെണ്ണം ഫാൾസ് ആണ്, ബാക്കി രണ്ടെണ്ണം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിലും ഒരെണ്ണം ഫോൾസാണ്. അപ്പോൾ എന്താണ്? നമ്പർ ഓഫ് ട്രയാങ്കിൾസ് പാസിങ് ത്രൂ പോയിൻറ്റ് എക്സ് വൈ സെഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0. ഇവിടെ പറഞ്ഞു വരുമ്പോൾ എന്താണ്? സത്യത്തിൽ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ശരിക്കും പോസിബിളേ അല്ല. കാരണം എന്താ? ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവുന്നില്ല. അതായത് ഈ തന്നിരിക്കുന്ന ലെങ്ത് വെച്ച് ഒരു ട്രയാങ്കിൾ ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഇതെന്താണ്? ഇത് ശരിക്കും കൊളീനിയർ അല്ല, ഒരേ ലൈനിൽ കിടക്കുന്നത്. എക്സ് വൈ ഇസഡ്, എക്സ് വൈ ഇസഡ്, എക്സ് വൈ 11, വൈ ഇസഡ് 13, ഇത് രണ്ടും കൂടെ ചേർക്കുമ്പോൾ എത്രയാണ്? 24. ഇവിടെ ഈ 3 പോയിൻറ്റിനെയും കൂടെ ചേർത്ത് ട്രയാങ്കിൾ വരയ്ക്കത്തില്ല. വൈ കൂടെ സർക്കിൾ പോകുന്നില്ലല്ലോ, ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു ട്രയാങ്കിൾ പോലും പോസിബിൾ അല്ല. അപ്പോൾ മനസ്സിലായെന്ന് തോന്നുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് 5 ഡിജിറ്റ് നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 47 എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഓപ്ഷനിലോട്ട് നോക്കുമ്പോൾ കണ്ണടച്ച് പറയാം ഇതെന്തായാലും വരത്തില്ലെന്ന്. നമുക്ക് ലാസ്റ്റ് ഡിജിറ്റ് നോക്കുമ്പോൾ എന്താ? ഇവിടെ 7, 49 വരും, 7, 4, 28 വരും. അപ്പോൾ ഇത് 3 ആവാൻ ചാൻസ് ഉണ്ട്. അപ്പം ഞാനിവിടെ ഇനി എന്താ എത്തിക്കാൻ ശ്രമിക്കുന്നത്? അതായത് 47 സിമ്പിളായിട്ട് എങ്ങനെയും ഇതിൻ്റെ അടുത്തേക്ക് അല്ലെങ്കിൽ ഈ 1,00,000 അടുത്തേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ്. അപ്പം 47ൻ്റെ ഇരട്ടി എടുക്കുമ്പോൾ എത്രയാണ്? അത് 94ആണ്. അപ്പം 94 ഇൻറ്റു 94 അങ്ങനെയല്ല, 47 ഇൻറ്റു 2 ചെയ്യുമ്പോൾ 94 വരുന്നത്. അപ്പം 47 ഇൻറ്റു 20 ചെയ്താൽ എത്രയാണ്? 940 വരും. ഇൻറ്റു 200 ചെയ്താൽ 9400 വരും. ഇൻറ്റു 2000 ചെയ്യുന്നെങ്കിൽ എത്രയാണ്? 94,000 വരും. അപ്പോഴും എന്തേ നമുക്ക് ആ 1,00,000 എത്തിയിട്ടില്ല. അപ്പം 47 ഇൻറ്റു ഒരു 10 കൂടെ ചെയ്യുക, അല്ല 200 കൂടെ ചെയ്യുക. അപ്പോൾ എത്രയാണ്? 4700 വരും. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്രയാണ്? 0, 0, 7, 8, 9, അതായത് 98,700 വരും. പിന്നെ എന്താണ്? ജസ്റ്റ് 1300 കൂടെ പോകാനുണ്ട്. അപ്പം അതെത്രയാണ്? അതിനകത്ത് എത്തിക്കാൻ എന്ത് ചെയ്യണ്ടേ? അപ്പം ഇവിടെ
940 കൂടെ കൂട്ടി നോക്കാം. 940 എന്ന് പറയുമ്പോൾ എത്രയാണ്? 47 × 20. ഇത് കൂട്ടുമ്പോൾ എത്രയാണ്? 0, 4, 9 7 കൂടി കൂട്ടുമ്പോൾ 6, 1, 9, 9. അപ്പം എത്രയാണ്? നമുക്ക് 99 640 വരെ കിട്ടി. 99 640 ഒരു മൾട്ടിപ്പിളാണെന്നറിയാം. ഇനി നമുക്ക് 47 × 5 ഒന്ന് ചെയ്ത് നോക്കാം. അപ്പം എത്ര? 235 അതെങ്ങനെയാണ് പെട്ടെന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ എങ്ങനെയാണ്? എങ്ങനെയാണ് പെട്ടെന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ 470 പകുതി എടുത്താൽ മതി. പിന്നെ എത്ര? 5, 4 3 7, 6 2 8, 9 9. ഇവിടെ 99 875 ഒരു മൾട്ടിപ്പിളാന്ന് മനസ്സിലായി. അപ്പോൾ എന്തായാലും 98 888 വരത്തില്ല. അപ്പോൾ ഇത് തെറ്റായിട്ടുള്ള ഉത്തരവാണ്. കാരണം എന്താ? അടുത്ത മൾട്ടിപ്പിൾ വരുന്നത് +47. ഇതിൻ്റെ കൂടെ +47 വരത്തുള്ളൂ. 870 40 കൂടെ കൂട്ടുമ്പോൾ എത്രയാണ്? 910 915 920 923. അതായത് 99 923 അല്ല 99 922. അതാണ് അടുത്ത മൾട്ടിപ്പിൾ. അതിൻ്റെ കൂടെ ഒരു 47 കൂടെ കൂട്ടുമ്പോഴാണ് നമ്മുടെ കറക്റ്റായിട്ടുള്ള ആൻസർ വരുന്നത്. 99 969. 47 × എത്ര ചെയ്യുമ്പോഴത് വരുന്നത്? 2000, 2100, 2100 20, 2120, 2125, 2125 + 247 നമ്മൾ ചേർത്തു. അപ്പോൾ 2127 × 47 ചെയ്യുമ്പോഴാണ് നമുക്ക് വേണ്ട ആൻസർ 99 969 വരുന്നത്. കുറച്ച് ലോങ് മെത്തേഡായിപ്പോയോ എന്ന് സംശയമുണ്ട്. എന്നാലും കുഴപ്പമില്ല, പെട്ടെന്ന് ചെയ്തെടുക്കാം. ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന ഡിഫറൻസ് ബിറ്റ്വീൻ സെല്ലിംഗ് പ്രൈസ് വിത്ത് ഡിസ്കൗണ്ട് 65%, പിന്നെ 2 സക്സസീവ് ഡിസ്കൗണ്ടാണ് 30%, 40%. തന്നേക്കുന്ന എത്ര? 105 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ 105 അല്ലേ? 105 രൂപയാണ്. അങ്ങനെയാണ് ദെൻ മാർക്കറ്റ് പ്രൈസ് എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്. ഇവിടെ 65%, പിന്നെ തന്നേക്കുന്ന 2 സക്സസീവാണ് 30ഉം 40ഉം. അപ്പം അത് രണ്ടും കൂടെ സക്സസീവ് എടുത്തു കഴിയുമ്പം എത്രയാണ് വരുന്നത്? 30 + 40 -30 × 40/100. അപ്പം 30 40 കൂടെ കൂട്ടിയാൽ എത്രയാണ്? 70 - 12. 70 ൽ 10 പോയാൽ 60, 60 ൽ 2 പോയാൽ 58%. ഇത് രണ്ടും കൂടെ സക്സസീവ് എടുത്തു കഴിയുമ്പോൾ 58% കിട്ടത്തുള്ളൂ. അപ്പോൾ 65%ൻ്റെ 58% ഡിഫറൻസ് എത്രയാണ് തന്നേക്കുന്നത്? 105 രൂപയാണ് തന്നേക്കുന്നത്. അപ്പം 65 ൽ 58 പോയാൽ എത്ര? 7% വാല്യൂ ആണ് തന്നേക്കുന്നത് 105. അപ്പോൾ 1% വാല്യൂ എത്രയാണ്? 15ആണ്. കാരണം എന്താ? 7 × 15 ചെയ്യുമ്പോഴാണ് 105 കിട്ടുന്നത്. 100% വാല്യൂ എടുത്താൽ നമുക്ക് എന്താ? മാർക്ക് പ്രൈസ് കിട്ടും. അപ്പം 100% വാല്യൂ കിട്ടാൻ എന്താ? രണ്ട് സൈഡിൽ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ എത്രയാണ്? ഓപ്ഷൻ എ 1500 കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ 8ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ഡി ഇഫ് A/C = B/D ഇൻ ദ ഗിവൺ ടേബിൾ. അപ്പം A/C/B/D എന്താണ്? എല്ലാം പ്രപ്പോർഷനാണ്. അപ്പം A/C = എന്താണ്? B/D ആണ്. അപ്പം 25/C എത്രയാണ്? 30 = എത്രയാണ്? B/40/D ആണ്. ഇവിടെ D = എന്താ വരുന്നത്? 40 × 30 / 25 വരും. 5 8 5 6 6 8 48 കറക്റ്റ് ആൻസർ. ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. 9ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? 2 സർക്കിൾ 18 സെൻറ്റിമീറ്ററും 12 സെൻറ്റിമീറ്ററും ടച്ച് ഈച്ച് അതർ എക്സ്റ്റേണലി. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദർ കോമൺ ഡയറക്റ്റ് ടാൻജൻ്റ് ആണ് ചോദിച്ചേക്കുന്നത്. ഇപ്പോൾ ഇവിടെ എന്താ? ഇവിടെ 2
സർക്കിളുണ്ട്, 2 ടച്ച് എക്സ്റ്റേണലിയാണ്, പിന്നെ കോമൺ ടാൻജൻ്റ് ലെങ്ത്താണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇതാണ് കോമൺ ടാൻജൻ്റ് സെൻറ്റർ. 18 സെൻറ്റിമീറ്ററും ഇത് എത്രയാണ് 12 സെൻറ്റിമീറ്ററും. പിന്നെ ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുന്നത്? 18ഉം 12ഉം കൂടെ കൂട്ടിയാൽ മതി. അത്രയാകും 18ഉം 12ഉം കൂടെ കൂട്ടിയാൽ 30 വരും. ഡയറക്റ്റ് കോമൺ ടാൻജൻ്റ് കാണാനുള്ള ഇക്വേഷൻ എന്താ? √/d² മൈനസ് r1 മൈനസ് r2 ഹോൾ സ്ക്വയർ. ഇത് ചെയ്യുമ്പോൾ √30 സ്ക്വയർ എത്രയാണ്? 900 മൈനസ് 18 12 പോയാൽ 6 സ്ക്വയർ പറയും 36 വരും. ഈക്വൽ ടു എത്രയാണ്? √864 വരും. ഇവിടെ എനിക്ക് 864 എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റുന്നത്? √144 × 6 എന്ന് എഴുതാൻ പറ്റും. പിന്നെ 144 പുറത്ത് പോയാൽ എത്രയാണ്? 100 പുറത്ത് പോയാൽ 12 വരും. 12√6 ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ 1. ഈ ഇക്വേഷൻ എന്താണ്? ഇത് സ്റ്റാൻഡേർഡ് ഇക്വേഷനാണ്, കാണാൻ പഠിക്കേണ്ട ഇക്വേഷനാണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. 10ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? 3 പൈപ്സ് PQR ക്യാൻ ഫിൽ എ സിസ്റ്റം ഇൻ 40 മിനിറ്റ് 80 മിനിറ്റ് 120 മിനിറ്റ് റെസ്പെക്റ്റീവ്ലി. ആദ്യം തന്നെ എന്താണ്? എല്ലാ പൈപ്സും ഓപ്പൺ. ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്താ? ആഫ്റ്റർ ഹൗ മച്ച് ടൈം ഷുഡ് പൈപ്പ് Q&R be turned off that the system will completely fill in just half an hour? അരമണിക്കൂർ കൊണ്ട് ഫില്ലാവണമെങ്കിൽ പിയും ക്യൂവും QR എത്ര നേരം കഴിയുമ്പോൾ അടയ്ക്കണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം എന്താണ്? LCM എടുത്തിട്ട് ടോട്ടൽ വർക്ക് കണ്ടുകൊള്ളുക. അപ്പം P 40 Q 80 R 120. ഞാനിവിടെ എന്തായി 240, അതായത് 8 3s are 24, 4 6 are 24, 12 × 2 ചെയ്യുമ്പോൾ 24 വരും. അപ്പം 240 ആണ് LCM. ഇത് ടോട്ടൽ വർക്കാണ്. ഇവിടെ ഓരോരുത്തരുടെ എഫിഷ്യൻസി എന്താ വരുന്നത്? 6 ഇവിടെ വരും, 8 3s are 24, ഇവിടെ 2 വരും. ഇതാണ് ഓരോരുത്തരുടെ എഫിഷ്യൻസി. ഇനി ഇവിടെ P എന്താ? P മൊത്തം നേരം വർക്ക് ചെയ്തിട്ടുണ്ട്, 30 മിനിറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്, പ്ലസ് ഇനി Q+R T നേരം വർക്ക് ചെയ്തു. ഈക്വൽ ടു എന്താണ്? ടോട്ടൽ വർക്ക് 240. ഇവിടെ ആറിൻ്റെ എഫിഷ്യൻസി എത്രയാണ്? 6 ആണ്. അപ്പോൾ 6 ഇട്ട് കൊടുക്കുക. ഇനി Q+Rൻ്റെ എഫിഷ്യൻസി എത്രയാണ്? ക്യൂവിൻ്റെ ആറിൻ്റെ എഫിഷ്യൻസി കൂട്ടുമ്പോൾ എത്രയാണ്? 3 2 5 വരും. ഇനി എന്താണ്? ഈ T കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ 6 3s are 18. ഇപ്പം 180 പ്ലസ് 5T = 240. ഇവിടെ 5T = 240 മൈനസ് 180 ചെയ്യുമ്പോൾ എത്രയാണ്? 60 വരും. T എന്ന് പറയുന്നത് എത്രയാണ്? 60/5 ചെയ്യുമ്പോൾ 12 വരും. ഇവിടെ QR എത്രയാണ്? 12 മിനിറ്റ് വെച്ച് വർക്ക് ചെയ്തിട്ടുള്ളൂ. ഓപ്ഷൻ ഫസ്റ്റാണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ദ ഏജസ് ഓഫ് 2 ഫ്രണ്ട്സ് രാം ആൻഡ് രവി ഡിഫർ ബൈ 7 years. രാമിൻ്റെ രവിയുടെ വയസ്സ് തമ്മിലുള്ള ഗ്യാപ്പ് എത്ര? 7 വർഷം. റാംസ് മദർ മായാദേവി ഈസ് 3 times ഓൾഡ് ആസ് റാം. അപ്പം രാം മദർ എത്ര ഇവരുടെ തമ്മിലുള്ള റേഷ്യോ? 3 times as old as മദർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 3:1. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? രവി ഈസ് 4 times as old as ഹിസ് ബ്രദർ സോനം. അപ്പം സോനം രവിയും തമ്മിൽ എത്രയാണ്? 4 times എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം 1:4 ആണ്. ഇനി പറഞ്ഞേക്കുന്നത് എന്താ? ദ ഏജസ് ഓഫ് മായാദേവി ആൻഡ് സോനം ഡിഫർ ബൈ എത്രയാണ്? 65 years. ഫൈൻഡ് ദ ഏജ് ഓഫ് മായാദേവി എന്ന് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ഇവരുടെ ഏജാണ് നമുക്കിപ്പോൾ വേണ്ടത്. ഇതെനിക്ക് തോന്നുന്ന റേഷ്യോ എന്നുള്ള ക്വസ്റ്റ്യൻ അല്ല, ഇത് എന്താണ് നമ്മൾ ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന ക്വസ്റ്റ്യനാണ്. 3 times 4 times എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്താണ് റേഷ്യോയുടെ ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പം റാമിൻ്റെ രവിയുടെയും തമ്മിലുള്ള വയസ്സിൻ്റെ വ്യത്യാസം എത്ര? 7 തന്നിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് രാമിൻ്റെ
രവിയുടെയും കണ്ടീഷൻസ് തന്നിട്ടുണ്ട്. എന്താണ്? രാംസ് മദർ മായാദേവി ഈസ് 3 times ഓൾഡ് ആസ് റാം എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ എനിക്ക് ഇവിടെ ഈ റാമിന് പകരം എന്താണ് മായാദേവി ബൈ 3 ഇട്ട് കൊടുത്തൂടെ, മൈനസ് രവിയുടെ കാര്യം എന്താ ഇനി പറഞ്ഞേക്കുന്നത്? രവി ഈസ് 4 times ആസ് ഓൾഡ് ആസ് ഹിസ് ബ്രദർ സോനം എന്ന് പറഞ്ഞത്. സോനമാണ് ചെറുത്, രവിയാണ് വലുത്. അപ്പോൾ 4 times സോനം ഈക്വൽ ടു എന്താണ്? 7 തന്നെ വരും. അപ്പോൾ ഇതെന്താ? ഇത് ഇക്വേഷൻ 1. ഇനി ഇക്വേഷൻ 2 എന്താണ്? ഇക്വേഷൻ 2 നമുക്ക് തന്നേക്കുന്ന അങ്ങനെ തന്നെ എടുത്ത് എഴുതിയാൽ മായാദേവി സോഹനും തമ്മിലുള്ള വയസ്സിന് ഡിഫറൻസ് 65. അപ്പം മായാദേവി മൈനസ് സോഹൻ എന്ന് പറയുന്നത് 65. ഈ രണ്ട് ഇക്വേഷനും കൂടെ സോൾവ് ചെയ്താൽ മതി. ഇവിടെ എന്താ, ഈ സോഹൻ്റെ പാർട്ട് കളയുവാണെങ്കിൽ നമുക്ക് എന്താ മായാദേവിയുടെ ഏജ് കിട്ടത്തില്ലേ? അപ്പോൾ അതിനുവേണ്ടി എന്താണ് ഇക്വേഷൻ 2നെ ഞാൻ 4 കൊണ്ട് ഇൻറ്റു ചെയ്യുക. കാരണം എന്താണ്, ഈ രണ്ട് സോനത്തിൻ്റെ കോഞ്ചുഗേറ്റ് രണ്ടും ശരിയാക്കി എടുക്കണം, സെയിം ആക്കി എടുക്കണമല്ലോ. അപ്പോൾ എന്താണ്, അപ്പം ഞാൻ എല്ലായിടത്തും 4 കൊണ്ട് ഇൻറ്റു ചെയ്യുക. അപ്പോൾ 65 ഇൻറ്റു 4 വരും. ഇനി ഇവിടെ ഇക്വേഷൻ 2ൽ നിന്ന് ഇക്വേഷൻ 1 സബ്സ്ട്രാക്ട് ചെയ്യാൻ എന്താ ഉണ്ടാവുക? 4s പോകും. അങ്ങനെയല്ല, അതായത് -4s അല്ലേ? -4s ഇത് ചെയ്യാൻ എളുപ്പത്തിന് കുറച്ചും കൂടെ ഈസിയാക്കാം. ഇവിടെ എന്താ, ഓൾറെഡി 4s ഉണ്ടായിരുന്നു, ഇവിടെ s ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ നമുക്കിവിടെ എന്താണ് ഡിനോമിനേറ്റർ കിടക്കുന്ന 3 അങ്ങ് ആദ്യം മാറ്റാം. അതിനുവേണ്ടി എന്താ ചെയ്യുന്നത്? അതിനുവേണ്ടി ഞാൻ എന്താ എല്ലായിടത്തും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പം 3m, അതായത് ഞാനിവിടെ ഇൻറ്റു 3 ഇവിടെ ഇൻറ്റു 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ സംഭവിക്കുന്നത്? 3 3 ക്യാൻസൽ ആയി പോകും. 4 ഇൻറ്റു 3 ചെയ്യുമ്പോൾ ഇവിടെ എന്താണ് 12s വരും. ഈക്വൽ ടു 7 ഇൻറ്റു 3 എന്ന് പറയുന്നത് എത്രയാണ്? 21 വരും. ഇവിടെ m മൈനസ് എസ് എന്ന് പറയുന്നത് എന്താണ്? 21 എന്നാണ് ഫസ്റ്റ് ഇക്വേഷൻ. ഇനി ഇവിടെ എന്താ ചെയ്യുന്നത്? ഇവിടെ ഇനി സോഹത്തിൻ്റെ ഏജ് എലിമിനേറ്റ് ചെയ്ത് കളയണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ എന്താണ് ഈ സോഹത്തിൻ്റെ കോഞ്ചുഗേറ്റ് സെയിം ആക്കുക. അതുകൊണ്ട് എല്ലാത്തിനും 12 മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇവിടെ 12m ഇൻറ്റു 12s ഇൻറ്റു 65 ഇൻറ്റു 4 കേട്ടോ, നേരത്തെ എഴുതി ഇപ്പം മായ്ക്കാൻ മറന്നു, ഇൻറ്റു 12. അപ്പോൾ ഇനി ഇതിനകത്ത് നിന്ന് ഇക്വേഷൻ 2 ഇക്വേഷൻ 1 സബ്സ്ട്രാക്ട് ചെയ്യണ്ട. 12m 11, 12m m പോയാൽ ബാക്കി 11m ഇത് ക്യാൻസൽ ഔട്ട് ചെയ്ത് പോയി. ഈക്വൽ ടു 65 ഇൻറ്റു 12 ചെയ്യുമ്പോൾ എത്ര? 780 വരും. 780 20 പോയാൽ 760, 760 1 പോയാൽ 759 വരും. അപ്പം m ഈക്വൽ ടു എത്ര? 759 ÷ 11 ചെയ്യുമ്പോൾ എത്ര? 69 എന്ന് വരും. ഓപ്ഷൻ സെക്കൻഡാണ് കറക്റ്റ് ആൻസർ. അല്ലെങ്കിൽ എന്താണ്, വേണമെങ്കിൽ ബൈ ഓപ്ഷൻസ് വേണമെങ്കിൽ ചെയ്യാം. ഇത് മായാദേവി, ഇത് രാം, ഇത് രവി, ഇത് സോഹൻ. ഇപ്പം മായാദേവിയുടെ ഏജ് ഇപ്പം 45 വരത്തില്ല, കാരണം മായാദേവിയുടെ ഏജ് 45 ഇടുവാണെങ്കിൽ സോഹനുമായിട്ട് ഏജ് ഡിഫറൻസ് എത്രയാണ്? 65 എന്നാണ്. മായാദേവിക്ക് 45 ഏജ് പോസിബിൾ അല്ല. കാരണം എന്താ, ഇവിടെ 65 മുകളിൽ മായാദേവിക്ക് പ്രായം വേണം. എന്നാലും ഇവിടെ സോഹനുമായിട്ട് 65 ഡിഫറൻസ് ഉണ്ടാകത്തുള്ളൂ. സോഹൻ ഒരു വയസ്സാണെന്ന് നിൽക്കുകയാണെങ്കിൽ. അപ്പം 45 പറ്റത്തില്ല, 36 പറ്റത്തില്ല. പിന്നെ ഉള്ളത് മായാദേവിക്ക് 85 കൊടുക്കുക. അപ്പം സോഹന് എത്ര വയസ്സാണ്? സോഹന് 20 വയസ്സ് വരും. അപ്പം രവിക്ക് എന്ത് പ്രായം വരും? 4 times ഓൾഡ് ആസ് ഹിസ് ബ്രദർ സോഹൻ എന്ന് പറഞ്ഞേക്കുന്നത്. 20 × 4 ചെയ്യുമ്പോൾ 80 വയസ്സ് വരും. അപ്പോൾ റാമിൻ്റെ പ്രായം എന്ന് പറയുന്നത് 3 times ഓൾഡ് ആസ് മദർ എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ 85 ÷ 3 ചെയ്യുമ്പോൾ എത്രയാണ്? 20, അത് കറക്റ്റായിട്ട് വെട്ടിപ്പോകത്തില്ല, 28 പോയിൻറ്റ് സംതിങ് വരും. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എത്ര? 7 വരത്തില്ല. അപ്പം 85 വരത്തില്ല. ഇനി വേണമെങ്കിൽ 69 ഇട്ട് ചെയ്ത് നോക്കാം. മായാദേവിക്ക് 69 വയസ്സുണ്ടെന്ന് കൂട്ടിക്കൊള്ളുക. സോഹനുമായിട്ട് 65 വയസ്സിൻ്റെ വ്യത്യാസം വേണമെങ്കിൽ സോഹൻ എത്ര വയസ്സുണ്ടാവണം? 4 വയസ്സുണ്ടാവണം. ഇനി സോഹൻ്റെ 4 ഇരട്ടി പ്രായം ഉണ്ടെന്ന് പറഞ്ഞ രവിക്ക്. അപ്പോൾ എത്രയാണ്? 4 4 16 വരും. രവിയുടെ പ്രായം 16. ഇനി മായാദേവിയുടെ 3/1 പ്രായം റാമിനുള്ളതെന്ന് പറഞ്ഞിരിക്കുന്നത്. 69 ÷ 3 ചെയ്യുമ്പോൾ എത്രയാണ്? 23 വരും. അപ്പം ഇത് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 4 3 7 വരും ഡിഫറൻസ് റാമും രവിയും തമ്മിലുള്ള. അപ്പം
ഇത് കറക്റ്റാണ്. ആദ്യം തന്നെ എന്താണ് ഓപ്ഷൻ വഴി ചെയ്ത് നോക്കിയാൽ മതിയായിരുന്നു. സാരമില്ല, ഈസി ആയിട്ട് 40 36 ഓപ്റ്റ് ഔട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. കുറച്ച് സമയം നമ്മൾ കളഞ്ഞു. ഇവിടെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് വാട്ട് പെർസെൻറ്റേജ് ഓഫ് ദ ആവറേജ് സെയിൽസ് ഓഫ് സ്കൂൾ ABC ഇൻ 2014 ഈസ് ദ ആവറേജ് ഓഫ് ACF ഇൻ 2013. നമുക്ക് എന്താ ABC ഇൻ 2014 വേണം. അപ്പം ഏതാ ഇത് BC. അപ്പം 70 35 80 ഡിവൈഡ് ബൈ 3 എത്ര? അപ്പം എത്ര? 185/3 വരും. എത്ര? 6 3s are 18 വരും. പിന്നെന്താണ് 3 1s are 5, 3 1s are 3, റിമൈൻഡർ 2 വരും. 0 ആക്കി കൊടുത്തോളുക. പിന്നെ എന്താണ് 61.6 വരും. ആവറേജ് സെയിൽസ് ഓഫ് 2014 എത്ര? 61.6 ഇനി അതുപോലെ തന്നെ 2013 കാണണം. 2013 ഏതാ? ACF ആണ്. ACF. അപ്പം 50 + 60 + F എത്രയാണ്? 40 അല്ലേ? 40/3. 60 40 100 150/3 എന്ന് പറയുമ്പോൾ എത്രയാണ്? ഇവിടെ 50 വരുന്നുണ്ടാവുക. ചോദിച്ചേക്കുന്ന 2014 വെച്ച് നോക്കുമ്പം 2013 എന്താണെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പോൾ 2013 കാര്യം എന്തായിരിക്കും? മുകളിൽ വരും. അപ്പോൾ 50 / 61.6 × 100 ചെയ്തോളാം. ഇപ്പോൾ ഇവിടെ എന്താ മുകളിൽ താഴെ ഞാൻ ഒരു 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം ഇത് മൊത്തം പോയിട്ട് എന്താവും? 616 ആവും. ഇനി എന്താ ഞാനിവിടെ 5000 × 10 എഴുതാൻ പോവാം. × 10. അപ്പോൾ എന്താ 6116 × 10 ചെയ്യുമ്പോൾ എത്രയാണ്? അല്ല 616 × 10 ചെയ്യുമ്പോൾ എത്രയാണ്? 6116 വരും. ഇനി 616 × 9 പോവോ? അതായത് 6100 ൽ 600 കുറച്ച് എത്രയാണ്? 5500 വരത്തുള്ളൂ. അപ്പം 5500 പോകത്തില്ല. അപ്പോൾ എന്താ മനസ്സിലായി നമുക്ക്? 616 × 8 ചെയ്യുമ്പോൾ എത്രയാണ്? 4928 വരും. ഇപ്പോൾ റിമൈൻഡർ എത്ര വരുന്നത്? 72 റിമൈൻഡർ വരുന്നത്. അപ്പം ഇവിടെ ഒരു പോയിന്റ് ഇട്ട് കൊടുത്തിട്ട് 0 ആഡ് ചെയ്ത് കൊടുത്തോളാം. അപ്പോൾ 720 616 എത്ര ആണോ? 100 തവണ പോകത്തുള്ളൂ. അപ്പോൾ തന്നെ മനസ്സിലായേ 8.1 × 10 ചെയ്യുമ്പോൾ എത്ര? 81 സംതിങ് വരും. ആൻസർ എത്ര? 81.08. 81 വരുന്ന ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. അതേതാണ്? ഓപ്ഷൻ ഫസ്റ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. 13ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ഒരു ബാഗിനകത്ത് എന്താ 1 rupees 5 rupees 10 rupees ഇൻ ദ റേഷ്യോ ഓഫ് 3:5:7 ഉണ്ട്. ഇഫ് ദ ടോട്ടൽ എമൗണ്ട് ഇൻ ദ ബാഗ് എന്ന് പറയുന്നത് 980 ആണെങ്കിൽ ദെൻ വാട്ട് ഈസ് ദ നമ്പർ ഓഫ് ദ കോയിൻസ്? അല്ല 10 രൂപ കോയിൻ എത്ര ഉണ്ടെന്ന് ചോദിച്ചേക്കുന്നത്. നമുക്കെന്താ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യനേ ഉള്ളൂ. പേന പോലെ എടുക്കണ്ട. കാരണം എന്താ 1 രൂപ 5 രൂപ 10 രൂപ ഇവരുടെ റേഷ്യോ എത്രയാണ്? 3:5:7 ആണ്. നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താ? ഈ 10 രൂപയുടെ എത്ര എണ്ണം ടോട്ടൽ ഉണ്ടെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇതെല്ലാം K എന്ന് എടുത്തോളുക. അപ്പം എന്താണ് ഇത്? 7K. 7ൻ്റെ ഒരു മൾട്ടിപ്ലൈ വരത്തുള്ളൂ. ഓപ്ഷൻ നോക്കുമ്പം 7ൻ്റെ മൾട്ടിപ്ലൈ ഏതാ? ഒരെണ്ണേ ഉള്ളൂ. ഇത് 70 ആണ്. 69 വരത്തില്ല, 71 വരത്തില്ല. ശരിക്കും എന്താണ് ഇതുപോലും എഴുതേണ്ട കാര്യമില്ല. ഇപ്പം ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ് ഇപ്പം ചെയ്ത മെത്തേഡ് തന്നെ ഫോളോ ചെയ്താൽ മതി. എങ്ങനെയാണ്? 1 രൂപ 5 രൂപ 10 രൂപ ഇവരുടെ റേഷ്യോ എത്രയാണ്? 3:5:7. എല്ലായിടത്തും ഒരു K ഇട്ട് കൊടുത്തോളൂ. 1 × 3 എത്രയാണ്? 3K വരും. 3K + 25K + 70K എന്ന് പറയുന്നത് എത്രയാണ്? 980 ആണ്. സോൾവ് ഫോർ K ചെയ്താൽ മതി.
എന്താ 98K എന്ന് പറയുന്നത് എത്ര? 980 വരും. കെയുടെ വാല്യൂ 10 വരും. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? 7Kയുടെ വാല്യൂ. കെയുടെ വാല്യൂ 10 കിട്ടി. അപ്പം 7 × 10 ചെയ്യുമ്പോൾ എത്ര? 70 കിട്ടും. ഇവിടെ ആദ്യം നോക്കിയപ്പോൾ തന്നെ എന്താ 70 മനസ്സിലായി. കാരണം എന്താണ്, ഇത് 7ൻ്റെ ഒരു മൾട്ടിപ്പിൾ 70 മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ 7ൻ്റെ ഒരു മൾട്ടിപ്പിൾ 70 അല്ലാതെ ഓപ്ഷനിൽ വേറെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എന്താണ് ഈ സംഭവം ഫുള്ള് ചെയ്യേണ്ട വരും. ഇവിടെ ഈ ഓപ്ഷനിൽ ഇങ്ങനെയല്ല. ഇവിടെ ഒരു 53, ഇവിടെ ഒരു 46, സോറി 53 അല്ല, ഇവിടെ ഒരു 63, ഇവിടെ ഒരു 56, ഇവിടെ ഒരു 49 ഉണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? ഇതെല്ലാം 7ൻ്റെ മൾട്ടിപ്പിളാണ്. ഈ പരിപാടി നടക്കത്തില്ല. ഇത് ഫുള്ള് ചെയ്യേണ്ടതാണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. 4ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ഭയങ്കര നീളമുള്ള ക്വസ്റ്റ്യൻ ആണല്ലോ. ഈ പുള്ളി എന്താണ് 19-ാം തീയതി കുറച്ച് സാധനം വാങ്ങി. അതിൻ്റെ ബിൽ എമൗണ്ട് എത്ര? 5480 രൂപ. അതുപോലെ തന്നെ ഈ പുള്ളി എന്താ 10-ാം തീയതി കുറച്ച് സാധനം വാങ്ങിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ബില്ലെന്ന് പറയുന്നത് എത്രയാണ്? 9800 രൂപയാണ്. ഈ പുള്ളി എല്ലാ ബില്ലും ഒന്നിച്ചാണ് കൊടുത്തത് എന്നാ 19-ാം തീയതി. അതും എന്താണ് ക്യാഷ് ആയിട്ട് തന്നെ. ഇഫ് ദ ഡീലർ ഗിവ് എ സ്കീം ഓഫ് 2% ഡിസ്കൗണ്ട് ഓൺ ദ പേയ്മെൻറ്റ് ക്യാഷ് വിത്തിൻ 10 ദിവസം. അതുപോലെ തന്നെ 5% ഡിസ്കൗണ്ട് എപ്പോഴാണ്? മെയ്ഡ് വിത്ത് ക്യാഷ് അറ്റ് ദ ടൈം ഓഫ് പർച്ചേസ്. ദെൻ ഫൈൻ ദ എമൗണ്ട് പെയ്ഡ് ബൈ രമേഷ് ഇൻ 19 നവംബർ 2019 ചോദിച്ചത്. ഇവിടെ എത്ര? പുള്ളിക്ക് 5480 എന്ന 19-ാം തീയതിയിലത്തെ ബില്ല് വരുന്നത്. അതിന് എത്ര ശതമാനം ഡിസ്കൗണ്ട് കിട്ടും? 5% ഡിസ്കൗണ്ട് എന്തായാലും കിട്ടും. കാരണം എന്താ? അപ്പം പേയ്മെൻറ്റ് നടത്തുക ചെയ്യുന്നത്. അപ്പം 95/100. ഇനി എന്താ പുള്ളിക്ക് 5% മാത്രമേ കിട്ടുകയുള്ളൂ? അല്ല. കാരണം എന്താ? 10 ദിവസത്തിനകം അല്ലേ പേയ്മെൻറ്റ് നടത്തുന്നത്. അപ്പം 2% കൂടെ കിട്ടത്തില്ലേ? അപ്പം 95-ന്ന് 2 പോയ 93% ഡിസ്കൗണ്ട് ആയിരുന്നു അവിടെ കിട്ടുന്നുണ്ട്. പ്ലസ് 10-ാം തീയതിയിലത്തെ ബില്ല് എത്രയാണ്? അത് 9800 ഇൻറ്റു അയാൾക്ക് എന്താ 2% ഡിസ്കൗണ്ടേ കിട്ടുന്നുള്ളൂ. കാരണം എന്താ? 10-ാം തീയതിയിലത്തെ ബില്ല് 19-ാം തീയതി അടയ്ക്കുന്നുള്ളൂ. അപ്പം 10 ദിവസത്തിനകം അടച്ചതിൻ്റെ 2% ഡിസ്കൗണ്ട്. അത് എത്ര? 98/100. ഇവിടെ 98ൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ 9604 പ്ലസ് ഇവിടെ ചെയ്യുമ്പോൾ എത്രയാണ്? 5096. ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ എന്താ പറയുക 14700 വരും. അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. അപ്പം നമുക്കിവിടെ തെറ്റിപ്പോയി. ഇതല്ല ആൻസർ. ഇവിടെ 93% കിട്ടത്തില്ല, 95% കിട്ടത്തുള്ളൂ. ഞാനെന്താ വിചാരിച്ച് പോയത്? ഞാൻ വിചാരിച്ച അപ്പം തന്നെ കൊടുക്കുമ്പോൾ അയാൾക്ക് 2 ഡിസ്കൗണ്ട് കിട്ടുമെന്ന് വിചാരിച്ചത്. ക്യാഷ് പേയ്മെൻറ്റ് നടത്തുന്ന ഡിസ്കൗണ്ടും കിട്ടും, പുള്ളി അപ്പം തന്നെയാണല്ലോ കൊടുക്കുന്നത്. അപ്പോൾ 10 ദിവസത്തിനകത്ത് നടത്തുന്ന ഡിസ്കൗണ്ടും കിട്ടുമെന്ന് വിചാരിച്ചു. നമുക്കിപ്പോൾ ഇതിങ്ങനെ ചെയ്ത് നോക്കാം. 5% ഡിസ്കൗണ്ടിൽ അയാൾക്ക് എത്ര രൂപ കിട്ടും? 5206 കിട്ടും. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ കറക്റ്റ് എന്താണ്? നമുക്ക് 14810 കിട്ടും. ഇവിടെ ഓപ്ഷൻ 3. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇപ്പോൾ ഇവിടെ എന്താ 15-ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു വടി എന്താ ചാരി വെച്ചേക്കുക. 10 മീറ്ററാണ് വടിയുടെ ലെങ്ത്ത്. അത് ഒരു ചുമരിലേക്ക് ചാരി വെച്ചേക്കുക. ചുമര് AB. ഈ വടി ഗ്രൗണ്ടുമായിട്ടുണ്ടാകുന്ന ആംഗിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണ്? 30 ഡിഗ്രിയാണ്. അപ്പോൾ ഈ ലെങ്ത്ത് എന്താണ്? C എന്ന് കൊടുത്തോളൂ. ചോദിച്ചേക്കുന്നത് എന്താ? ഈ ഒരു ലെങ്ത്താണ് ചോദിച്ചേക്കുന്നത്. ഫൈൻഡ് ഹൗ ഫാർ ദ ഫുട്ട് ഓഫ് ദ പോൾ ഈസ് ഫ്രം ദ വാൾ എന്നാണ് ചോദിച്ചേക്കുന്നത്. ഇവിടെ എന്താ? ഇത് 10 മീറ്ററാണ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ CBയും AC-യും വരുന്ന ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ഏതാ? കോസ് അങ്ങ് എടുത്താൽ മതി. cos 30 അങ്ങ് എടുത്താൽ മതി. അപ്പോൾ cos 30 എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു എന്താ? അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്. CB/10 ആണ്. ഇവിടെ cos 30യുടെ വാല്യൂ എത്രയാണ്? √3/2 എന്ന് പറയുന്നത് എത്രയാണ്? CB/10 ആണ്. അപ്പം CB = 10√3/2. 10√3/2 അല്ല, 10√3/2. ഇനി 10√3യുടെ പകുതി എടുക്കുമ്പോൾ എത്രയാണ്? 5√3. 5√3 ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഫസ്റ്റ്.
ഇപ്പോൾ ടേബിൾ വന്നിട്ടുണ്ട്. ചോദിച്ചിരുന്ന വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദ മെയിൽ റിസർച്ച് സ്കോളേഴ്സ് ഇൻ മാത്തമാറ്റിക്സ് ടു സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് ചോദിച്ചിരിക്കുന്നു. ഇവിടെ ഈ ഒരു കോളത്തിൽ തന്നിരിക്കുന്നുണ്ട് ടോട്ടൽ നമ്പർ ഓഫ് റിസർച്ച് സ്കോളേഴ്സ് തന്നിട്ടുണ്ട്. ഇവിടെ നമ്പർ ഓഫ് ഫീമെയിൽ റിസർച്ച് സ്കോളേഴ്സ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ മാത്തമാറ്റിക്സിൽ 18 പേര് മൊത്തമുണ്ട്, അതിനകത്ത് 4 പേര് ഫീമെയിലാണ്. അപ്പോൾ ബാക്കി 14 പേരായിരിക്കും എന്ത് മെയിൽസ്. ഈസ്റ്റു സ്റ്റാറ്റിസ്റ്റിക്സ് അപ്പോൾ മൊത്തം 12 പേരാണുള്ളത്. അപ്പം മെയിൽ എത്രയാണ്? ഫീമെയിലാണ് കുറച്ചാൽ മതി. 12-ന് 3 പോയാൽ 9 എന്ന് കിട്ടും. അപ്പോൾ ഇത് വെട്ടിയൊന്നും കളയാൻ പറ്റത്തില്ല. ആൻസർ എത്രയാണ്? 14:9. സെക്കൻഡ് ഓപ്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ 17ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? എ ബസ് ട്രാവൽസ് 1/3 ഓഫ് ദ ഡിസ്റ്റൻസ് അറ്റ് 40 km/h. പിന്നെ 1/3 ഓഫ് ദ ഡിസ്റ്റൻസ് 50 km/h. ആൻഡ് ദ ഫൈനൽ 1/3 ഡിസ്റ്റൻസ് അറ്റ് 60 km. ഫൈൻഡ് ദ ആവറേജ് സ്പീഡ് ഓഫ് ദ ബസ് ഫോർ ദ എൻ്റയർ ജേണി എന്നാണ് ചോദിച്ചേക്കുന്നത്. ഒന്നുമില്ല, നമുക്കിവിടെ എല്ലാം 1/3 ആയതുകൊണ്ട് നമ്മളെന്താ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ്? 3 കിലോമീറ്ററിന് അടുത്ത്. ആദ്യത്തെ 1 കിലോമീറ്റർ എത്രയാണ്? 40 പോയി. രണ്ടാമത്തെ 1 കിലോമീറ്റർ എത്രയാണ്? 50 പോയി. മൂന്നാമത്തെ ലാസ്റ്റ് 1 കിലോമീറ്റർ എത്രയാണ്? 60 പോയി. ഇതൊക്കെ എന്താ പെർ അവർ ആട്ടോ. ആവറേജ് സ്പീഡിൻ്റെ ഇക്വേഷൻ എന്താ? ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം തേക്കണം. അപ്പോൾ ഇവിടെ നമുക്കൊന്നിനും ടൈം അറിയില്ല. ഇത് ഡിസ്റ്റൻസ്, ഇത് സ്പീഡ്. അപ്പോൾ നമുക്ക് ടൈം കണ്ടുപിടിക്കാം. ഇവിടെ ചെയ്യാൻ എളുപ്പത്തിന് എന്താണ്, ഞാനിവിടെ 1 കിലോമീറ്റർ എന്നുള്ള എല്ലാം മാറ്റിയിട്ട് 10 കിലോമീറ്റർ ആക്കുക. മൊത്തം എത്രയാണ്? 30 കിലോമീറ്റർ ഉണ്ട്. ഇവിടുത്തെ ടൈം എത്രയാണ്? ഇയാൾ 10 കിലോമീറ്റർ സഞ്ചരിക്കാൻ 10 കിലോമീറ്റർ 40 km/h സഞ്ചരിച്ചു. അപ്പോൾ 10/40 10/40 ഇയാളെടുത്ത ടൈം. അതായത് 1/4 hours. 1/4 hours എന്ന് പറഞ്ഞാൽ എത്രയാണ്? 15 മിനിറ്റ്. അതുപോലെ തന്നെ ഇയാൾ 10 കിലോമീറ്റർ സഞ്ചരിക്കാൻ എത്രയാണ് ടൈം എടുത്തതെന്ന് ചോദിച്ചാൽ 10/50 km/h 1/5 hour. അപ്പോൾ അതെത്രയാണ്? 12 മിനിറ്റ്. ഇനി ഇവിടെയോ അയാൾ 10 കിലോമീറ്റർ 60 km/h സഞ്ചരിച്ചു. 1/6. 1/6 എന്ന് പറയുമ്പോൾ എത്രയാണ്? 10 മിനിറ്റ്. അപ്പം ഇതാണ് എൻ്റെ ടോട്ടൽ ടൈം. 15ഉം 10ഉം 25, 25 2 27, 37 മിനിറ്റ് അയാൾ എടുത്തുള്ളൂ. ഇവിടെ എത്രയാണ്? മൊത്തം 30 കിലോമീറ്റർ ഡിവൈഡഡ് ബൈ ടൈം എത്രയാണ്? ഒന്നല്ലെങ്കിൽ ഇങ്ങനെ എടുക്കുക. 1/4 പ്ലസ് 1/5 പ്ലസ് 1/6. 4, 5, 6 LCM എത്രയാണ്? 60. അപ്പം 4 എന്താ? ഞാൻ 15 കൊണ്ട് ഇൻറ്റു ചെയ്താൽ മാത്രമേ എന്ത് അത് 60 ആവുള്ളൂ. ഇവിടെ എന്താണ്? 12. 5 × 12 ചെയ്താലാണ് 60 ആവുന്നത്. ഇവിടെ എന്താ? 10. 0 ഇപ്പുറത്തിട്ടാൽ മതിയായിരുന്നു. ഓക്കെ. അപ്പം ഫുള്ള് ഡിനോമിനേറ്റർ പോയിട്ട് എന്താണ് വരുന്നത്? ഫുള്ള് ഡിനോമിനേറ്റർ പോയിട്ട് മൊത്തം 60 ആവും. അപ്പം എന്താ? 30/37/60 വരും. കാണത്തില്ല. അതായത് 30/37/60. അല്ലെങ്കിൽ എന്താണ്? 30 × 60/37 വരും. ഇപ്പോൾ ഫൈനൽ ആൻസർ എത്ര? 1800 1800 അല്ലേ? 6 37. ഇത് ചെയ്യുമ്പോൾ എത്ര? 37 × 5 ചെയ്യുമ്പോൾ 185 വരും. അപ്പോൾ അത് പറ്റത്തില്ല. 37 × 4 പറ്റത്തുള്ളൂ. അപ്പം 148. അപ്പം 4 148. 148 ന്ന് 180 148 പോയാൽ എത്ര? 32 320 വരും. 37 × എത്ര ചെയ്താലാണ് 320 നോക്കണം. അപ്പോൾ 51 54 അല്ലെന്ന് മനസ്സിലായി. കാരണം എന്താ? 4 വെച്ചാണ് തുടങ്ങുന്നത്. അപ്പം 46 കൊണ്ട് 48 വേണം. 37 × 6 ചെയ്യുമ്പോൾ എത്രയാണ്? അത് 220 വരുന്നുള്ളൂ. അതേസമയം 37 × 8 ചെയ്യുമ്പോൾ 296 വരുന്നുണ്ട്. അപ്പം 48 പോയിൻറ്റ് സംതിങ് എന്ന് മനസ്സിലായി. ഇവിടെ എത്ര? 296. 320 ന്ന് 296 പോയാൽ എത്രയാണ്? 24 ബാലൻസ്.
എന്നാൽ ഇനി നമ്മൾ മുമ്പോട്ട് ചെയ്തു പോകേണ്ട കാര്യമില്ല, കാരണം 46 എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്യാൻസലായിപ്പോയി. ബാക്കി എന്താ ഉള്ളത്? 48.65 കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. എന്താ നമ്മൾ സ്ഥിരം ചോദിച്ചു കാണുന്ന ക്വസ്റ്റ്യൻ, a+1/aയുടെ വാല്യൂ 12 ആണെന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ a² + 1/a² വാല്യൂ എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഇത് കാണാൻ പഠിച്ച് വയ്ക്കുന്ന സംഭവമാണ്. അതായത് k+1/kയുടെ വാല്യൂ അങ്ങനെയല്ല, a+1/aയുടെ വാല്യൂ k എന്ന് തന്നിട്ടുണ്ടെങ്കിൽ a² + 1/a² വാല്യൂ കണ്ടുപിടിക്കാൻ ചെയ്യണ്ടേ? k² - 2k ചെയ്താൽ മതി. അപ്പം കെയുടെ സ്ഥലത്ത് ഇവിടെ എന്താ 12. അപ്പം 12² - 2 × 2k വേണ്ട കേട്ടോ, k² - 2 ചെയ്താൽ മതി. ബട്ട് 144 - 2 ചെയ്യുമ്പോൾ എത്രയാണ്? 142 ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ എന്താ ജസ്റ്റ് ഇവർ പറയുന്ന പോലെയൊക്കെ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അതായത് ഇവിടെ t<45. അപ്പം tക്ക് എന്താണ് 30 കൊടുത്ത് നോക്കുക. സൈൻ 30 എത്രയാണ്? 1/2. കോസ് 30 എത്രയാണ്? സൈൻ 30 1/2. കോസ് 30 √3/2. ഇവർ പറഞ്ഞേക്കുന്നത് എന്താ? ഇങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. അപ്പം 2 ആണോ 2√3 ആണോ വരുന്നത്? ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. എനിക്കൊരു കണ്ടെത്താൻ പറ്റി. വെൻ t > 45. അപ്പം tക്ക് എന്താണ് 45 മുകളിലുള്ള വാല്യൂ കൊടുക്കണം. സൈൻ 60 കൊടുത്താൽ മതി. സൈൻ 60 എത്രയാണ്? √3/2. ഇനി കോസ് 60 എത്രയാണ്? കോസ് 60 1/2 അല്ലേ? ഇത് ക്രോസ് മൾട്ടിപ്ലൈ ഉണ്ട്. 2√3 ഇവിടെ 2 വരും. അപ്പോൾ ഇവർ പറയുന്നത് എന്താ? ഇതാണ് വലുതെന്നാണ്. അത് വരത്തില്ല, കാരണം എന്താ? √3 1.7 2 × 1.7 ചെയ്യുമ്പോൾ 3ക്ക് മുകളിൽ വരും. അപ്പം ഇങ്ങനെയല്ല വരുന്നത്, ഇത് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇത് തെറ്റാണ്, ഫസ്റ്റ് ഓപ്ഷൻ തെറ്റാണ്. ഇങ്ങനെ ഓരോ ഓപ്ഷനും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത് നോക്കിയാൽ. ഇനി എന്താ ഇവിടെ പറഞ്ഞത്? t = 45 ആകുമ്പം സൈൻ ≠ കോസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയല്ല വരുന്നത്, കാരണം സൈനും കോസ് ഈക്വൽ ആവുന്ന വാല്യൂ എത്രയാണ്? 45 ആണ്. അപ്പോൾ ഇത് തെറ്റാണ്. ഇനി t > 45 ആകുമ്പോൾ എങ്ങനെയാണ്? t അങ്ങനെയല്ല, t പോവാണോ? t < 45 ആകുമ്പോൾ എങ്ങനെയാണ്? സൈൻ 30 കൊടുത്തു പോകാം. അപ്പം 1/2 > കോസ് 30 എത്രയാണ്? √3/2. 2 > 2√3 വരും. ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? വളരെ കറക്റ്റാണ്. തേർഡ് ഓപ്ഷനാണ് കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. നമ്മളോട് ചോദിച്ചേക്കുന്നുണ്ടാ the average production of B-type cars is how much less than that of combined average production of A-type and C-type എന്നാണ് ചോദിച്ചേക്കുന്നത്. ഇവിടെ ആവറേജ് പ്രൊഡക്ഷൻ ഓഫ് ബി കാണാൻ എന്ത് ചെയ്യേണ്ടത്? 680 ഇതെല്ലാം കൂടെ കൂട്ടണം. 680 + 750 + 620 + 540 ഡിവൈഡഡ് ബൈ ഇതെല്ലാം കൂടെ കൂട്ടി ഡിവൈഡ് ബൈ 4 ചെയ്യണം. അപ്പം 0 8 2 10 15 19. അപ്പം 6 6 12 12 8 20 25. ഇത് ഡിവൈഡ് ബൈ 4 ചെയ്യുമ്പോൾ എത്രയാണ്? ഇതിൻ്റെ ആവറേജ് വരുന്നത് 647 പോയിൻറ്റ് സംതിങ് വരും. ഡിവൈഡ് ബൈ 4 ചെയ്യുമ്പോൾ 2 തവണ പകുതി എടുത്താൽ മതി. അതായത് 2590 ഒരു തവണ പകുതി എടുക്കുമ്പോൾ എത്ര? 1245. അതിൻ്റെ ഒരു തവണ പകുതി എടുക്കണം 647 പോയിൻറ്റ് സംതിങ് വരും. ഇനി ഇവരുടെ രണ്ടുപേരുടെയും കൂടെ ആവറേജ് എടുക്കണം. അതെങ്ങനെയാണ്? ഇതെല്ലാം കൂടെ കൂട്ടണം. അപ്പം 1000 1200 840 900 760 800 890 960. കൂട്ടുമ്പോൾ 0 വരും.
6 4 10 16 16 25 വരും. 5 2 റിമൈൻഡർ 8 2 10 8 2 10 20 20 10 30 38 38 8 46 46 7 53 5. അപ്പം 7350 ഡിവൈഡ് ബൈ എത്ര 8 വരും. അതെന്ന് പറയുന്നത് എത്രയാണ് 918 പോയിൻറ്റ് സംതിങ് വരും. ഇവിടെ ഈ 918 -ന് മൈനസ് 647 പോയാൽ എത്രയാണ് 271 ആണ്. 271 പോയിൻറ്റ് സംതിങ് വരും ഫസ്റ്റ് ഓപ്ഷൻ. നല്ല കാൽക്കുലേറ്റീവ് ക്വസ്റ്റ്യനായിരുന്നു. ഇനി ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്, റൈറ്റ് സർക്കുലർ കോണിൻ്റെ ഹൈറ്റ് തന്നിട്ടുണ്ട്, വോളിയം തന്നിട്ടുണ്ട്. ദെൻ ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ദ കോൺ എത്രയാണെന്ന് ചോദിച്ചു. 1/3 πr² ആണ് എന്ത് നമുക്ക് തന്നേക്കുന്നത് 1232. അത് എത്ര 24 തന്നിട്ടുണ്ട്. 24 12 32 2 കൊണ്ട് വെട്ടിക്കോളുക. ഇവിടെ എത്രയാണ് 12 വരും. ഇവിടെ നേരെ പകുതി എടുത്തോളാം 616. നമ്മളിവിടെ നിന്ന് എന്താണ് 6 കണ്ടുപിടിക്കണം. 3 × 22/7 × r² എത്രയാണ് r² കണ്ടുപിടിക്കണം × 12 എത്രയാണ് 616. അങ്ങനെ ഒന്നും കൂടെ വെട്ടാം. 616 2 കൊണ്ട് വെട്ടുമ്പോൾ എത്രയാണ് 308. ഇവിടെ എത്രയാണ് 11 വരും. ഒന്നും കൂടെ ഞാൻ 308 വെട്ടും. അപ്പോൾ എത്രയാണ് 154 വരും. ഇവിടെ 6 വരും. ഈ 154 × 3 അപ്പുറത്തേക്ക് പോകുമ്പോൾ എത്രയാവും, അല്ലെങ്കിൽ വേണ്ട ഇതുവരും വെട്ടാം. 1 2 154 ഈ 2 കൂടെ വെട്ടിക്കഴിയുമ്പോൾ എത്രയാണ് 77 വരും. r² എന്ന് പറയുന്നത് എത്രയാണ്, അപ്പം r² എന്ന് പറയുന്നത് 77 × 7 ഡിവൈഡഡ് ബൈ 11. ഇരുപതും വെട്ടിപ്പോയി എത്രയാണ് 7 വന്നു. r² വാല്യൂ 49, r വാല്യൂ എത്ര 7 എന്ന് കിട്ടി. ഇനി എന്താ ടോട്ടൽ സർഫസ് ഏരിയ കാണാൻ πrl പ്ലസ് ഒരു πr² കൂടെ വരും. കാരണം എന്താ ഒരു കോൺ എടുക്കുമ്പം അതിൻ്റെ അടിയിലത്തെ ഈ ഭാഗം കൂടെ കൂട്ടണം. ഇതിനകത്തുനിന്ന് ഞാൻ πr പുറത്തെടുത്താൽ എത്രയാണ് πr പുറത്തെടുത്താൽ l പ്ലസ് r എന്ന് വരും. അപ്പം 22/7 × l അറിയില്ലല്ലേ. ഓക്കെ, അപ്പോൾ എല്ലാം നമ്മളിപ്പോൾ കണ്ടുപിടിക്കണം. ഇപ്പോൾ ഒരു കോണിന് നമുക്ക് ഹൈറ്റ് തന്നിട്ടുണ്ട്, റേഡിയസും അറിയാം. അപ്പോൾ എല്ല് കാണാൻ എന്ത് ചെയ്യണ്ടേ, അപ്പോൾ ഇതുപോലെ എന്ത് ചെയ്യാൻ അപ്ലൈ ചെയ്താൽ മതി. ഹൈറ്റ് എത്രയാണെന്ന് പറഞ്ഞേക്കുന്നത് 24 ഹൈറ്റ്, റേഡിയസ് 7. അപ്പം 7 24 കണ്ടപ്പോൾ തന്നെ എനിക്കൊന്ന് മനസ്സിലായി, 25 മനസ്സിലായി. കാരണം എന്താ 7 24 25 ട്രിപ്ലറ്റാണ്. നമ്മൾ കുറേ ട്രിപ്ലറ്റ് കാണാൻ പിടിച്ച് വെക്കേണ്ട ആവശ്യമുണ്ട്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ 25 എല്ലെന്ന് മനസ്സിലായി. 6 എത്ര 7. 25 7 കൂടെ കൂട്ടിയാൽ എത്രയാണ് 32 വരും. ഇതിനകത്ത് എന്താ 32 വരും. 32 സോറി, അതായത് 22/7 × 7 × ആണ് എന്ത് l പ്ലസ് r. l 25 7 കൂടെ കൂട്ടുമ്പോൾ എത്രയാണ് 32 വരും. 32 വരും. ഇപ്പോൾ 7 വെട്ടിപ്പോയി. 22 × 32 ചെയ്യുമ്പോൾ എത്രയാണ് 704 കിട്ടും. ഓപ്ഷൻ ഫസ്റ്റാണ് കറക്റ്റ് ആൻസർ. ഇതും അത്യാവശ്യം എന്താണ് ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഈ 22ാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്, ഇഫ് ദ സം ഓഫ് ദ 3 നമ്പേഴ്സ് ഈസ് 18 ആൻഡ് ദ സം ഓഫ് ദെയർ സ്ക്വയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും എത്രയാണ് 36. ഫൈൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ
സം ഓഫ് ദെയർ ക്യൂബ്സ് ആൻഡ് 3 ടൈംസ് ഓഫ് ദെയർ പ്രൊഡക്റ്റ് എന്നാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് എന്ന് ഞാൻ എടുക്കുക 3 അതിൻ്റെ നമ്പർ 18 തന്നിട്ടുണ്ട്. അതുപോലെ എന്താ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ എന്ന് തന്നേക്കുന്നത് എത്രയാണ്? 36 തന്നിട്ടുണ്ട്. ചോദിച്ചേക്കുന്നത് എന്താ? ഫൈൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സം ഓഫ് ദെയർ ക്യൂബ്സും 3 ടൈംസ് ഓഫ് ദെയർ പ്രൊഡക്ട്സും. അപ്പോൾ ക്യൂബ്സിന് സം വേണമല്ലേ? എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് പ്ലസ് ഇസഡ് ക്യൂബും വേണം, അതുപോലെ തന്നെ എക്സ് വൈ ഇസഡും വേണം. ഇവിടെ ഞാൻ എന്താ എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് എന്ന് പറയുന്ന ഈ ഒരു ഇക്വേഷൻ എന്താ? ഇത് സ്ക്വയർ ചെയ്യാൻ പോവാം. 2 സൈഡിന് സ്ക്വയർ ചെയ്യുമ്പോൾ എത്രയാണ്? ഫോർമുല വരുന്നത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എക്സ് വൈ പ്ലസ് വൈ ഇസഡ് പ്ലസ് ഇസഡ് എക്സ് എന്ന് വരും. ഈക്വൽ ടു 18ൻ്റെ സ്ക്വയർ 324 324. ഇനി ഇവിടെ എന്താ? എനിക്ക് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ അറിയാം. അപ്പം 324 36 കുറച്ചാൽ എത്രയാണ്? അതാണ് എൻ്റെ 2 ഇൻറ്റു എക്സ് വൈ പ്ലസ് വൈ ഇസഡ് പ്ലസ് ഇസഡ് എക്സ് എന്നുള്ളത്. അപ്പം 324 36 പോയാൽ എത്രയാണ്? 324 ഇത് പോയാൽ എത്രയാണ്? 288 വരും. 2 ഇങ്ങോട്ട് പോകുമ്പോൾ എത്രയാണ്? 280ൻ്റെ പകുതി 144 ആവും. ഇനി ഇതെന്താ? ഇത് നമുക്ക് ഡയറക്റ്റ് ഒരു ഇക്വേഷനാണ്. അവിടെ ഒരു ഇക്വേഷൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡാണ് നമ്മൾ ചോദിച്ചേക്കുന്നത്. അതേതാണ് ഇക്വേഷൻ? അത് എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് പ്ലസ് ഇസഡ് ക്യൂബ് മൈനസ് 3xy അല്ല നമ്മളോട് ചോദിച്ചേക്കുന്നത്. നോക്കിയേ, ദ സം ഓഫ് ദെയർ ക്യൂബ്സ് ആൻഡ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ സം ഓഫ് ദെയർ ക്യൂബ്സ് ആൻഡ് 3 ടൈംസ് ഓഫ് ദെയർ പ്രൊഡക്റ്റ്. അപ്പം ഈ ഇക്വേഷൻ നമുക്ക് അറിയാം എന്താണ്? എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ മൈനസ് എക്സ് വൈ പ്ലസ് വൈ ഇസഡ് പ്ലസ് ഇസഡ് എക്സ്. ഇതിനകത്തെല്ലാം നമുക്കറിയാം. എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് തന്നിട്ടുണ്ട്. 18 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ എത്രയാണ്? നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടല്ലോ. ഇവിടെ എവിടെയോ 144 സോറി 144 അതും നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 36 മൈനസ് എന്ത്? 144. അതായത് എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് എത്രയാണ്? അത് തന്നിട്ടുണ്ട്. 18 ഇൻറ്റു 36 മൈനസ് എത്രയാണ്? 144. 36 മൈനസ് 144 ചെയ്യുമ്പോൾ എത്രയാണ്? 108 വരും. മൈനസ് 108 വരും. മൈനസ് 108 ഇൻറ്റു 18 ചെയ്യുമ്പോൾ എത്രയാണ്? 1946 വരുന്നത്. ഓപ്ഷൻ 4. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. എല്ലാ ക്വസ്റ്റ്യനും സമയം എടുക്കുന്ന ക്വസ്റ്റ്യനാണ്. 23ാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ദ സൈഡ് ഓഫ് ആൻ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയുന്നത് 28 സെൻറ്റിമീറ്ററാണ്. ടേക്കിംഗ് ഈച്ച് വെർട്ടിസസ് ആസ് ദ സെൻറ്റർ എ സർക്കിൾ ഈസ് ഡിസ്ക്രൈബ്ഡ് വിത്ത് എ റേഡിയസ് ഈക്വൽ ടു ഹാഫ് ഓഫ് ദ ലെങ്ത് ഓഫ് ദ സൈഡ് ഓഫ് ദ ട്രയാങ്കിൾ. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ പാർട്ട് ഓഫ് ദ ട്രയാങ്കിൾ വിച്ച് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ സർക്കിൾ എന്നായി വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഫിഗർ വരയ്ക്കുമ്പോൾ എങ്ങനെയാണ്? അല്ല, ആദ്യം ട്രയാങ്കിൾ ആണല്ലോ അറിയണ്ടേ. ട്രയാങ്കിൾ വരച്ചു. ഇതിൻ്റെ ഓരോ വെർട്ടിസസിലും ഓരോ ട്രയാങ്കിൾ ഓരോ സർക്കിൾ വരച്ചെന്നാണ് പറഞ്ഞേക്കുന്നത്. അതിൻ്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 14 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഈ ഏരിയ ആയിരിക്കണം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എത്രയാണ്. അപ്പോൾ ആ ഏരിയ കിട്ടാൻ എന്താ ചെയ്യണ്ടേ? ഇക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ മൊത്തം ഏരിയ എത്രയാണ്? 1/3 പൈ ആർ സ്ക്വയർ ആണ്. അല്ല, 1/√3/4a² ആണ് ഇക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഏരിയ വരുന്നത്. അതിനകത്തുനിന്ന് ഈ ട്രയാങ്കിളിൻ്റെ ഈ സർക്കിളിൻ്റെ ഈ ഭാഗം സബ്സ്ട്രാക്ട് ചെയ്ത് വിടണം.
ഇവിടെ ഈ സെക്ടറിൻ്റെ ഏരിയ എത്രയാണ്? ഇത് 60 ഡിഗ്രി എന്നറിയാം. അപ്പം πr² × 60/360 ആണ്. 1/6 × πr² ആണ് ഇതുപോലെ ഒരു സെക്ടർ വരുന്നത്. അതുപോലെ 3 സെക്ടർ വരും. അപ്പം √3/4a² - 1/6 × πr² × 3 വരും. ഈ 3യും ഇതും കൂടെ വെട്ടിപ്പോയിട്ട് എത്രയാണ്? 2 വരും. അപ്പോൾ ഫൈനൽ ഫോർമുല എത്രയാണ്? √3/4 × a എത്രയാണ്? 28 തന്നിട്ടുണ്ട്. -1/2 × 22/7 × r എത്രയാണ്? 14 × 14 ചെയ്താൽ മതി. അപ്പം 4ഉം 28ഉം കൂടെ കട്ട് ചെയ്ത് പോയി. ഇവിടെ 14 വന്നു, 2 വന്നു, ഇതും കട്ട് ചെയ്ത് പോയി. അതുപോലെ ഇവിടെ 7ഉം ഇതും കൂടെ വെട്ടിപ്പോയി, 2 ആയി. എത്ര? 14√3/2 -22 × 14 ചെയ്താൽ മതി. ഇങ്ങനെ നമുക്ക് വെട്ടിക്കളയാം. അപ്പം 7√3 ആയി. അപ്പം 7 × 1.73 7 × 1.73 -22 × 14 ചെയ്യാം. എന്തോ തെറ്റുണ്ടല്ലോ. ഓക്കെ, അവിടെ സ്ക്വയർ ഞാൻ എടുത്തില്ല. അതായത് 28 സ്ക്വയർ വരും, അവിടെ 4 വരും. 28 × 28 ചെയ്യുമ്പോൾ എത്ര? 784 വരും. 784ൻ്റെ പകുതി എത്രയാണ്? 84ൻ്റെ പകുതി 192. അതിൻ്റെ ഒരു പകുതിയും കൂടി എടുക്കുമ്പോൾ എത്രയാണ്? 196 ആവും. അപ്പം 196 √3 -22 × 14. 196 × √3 ഇപ്പോൾ എത്രയാണ്? √3യുടെ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട്. എത്ര? 1.73 എന്ന് തന്നിട്ടുണ്ട്. അപ്പം 196 × 1.73 ചെയ്യുമ്പോൾ എത്രയാണ്? 339.08 വരും. മൈനസ് എത്രയാണ്? 308. അത് ചെയ്യുമ്പോൾ എത്രയാണ്? 31.08 വരും. ഓപ്ഷൻ സെക്കൻഡാണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ രണ്ടുപേരെന്താണ്? എക്സും വൈയും സ്റ്റാർട്ട് ഫ്രം ദ സെയിം പോയിന്റ് അറ്റ് ദ സെയിം ടൈം വിത്ത് ദ സ്പീഡ് 9ഉം 13.5 km/h. If they running at the same direction, when will they meet for the first time on the track എന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ സെയിം ഡയറക്ഷനിൽ എന്താ സംഭവിക്കുന്നത്? റിലേറ്റീവ് സ്പീഡ് കുറയുക ചെയ്യുന്നത്. അപ്പോൾ 13.5 × 9 പോയാൽ എത്രയാണ്? 4.5 ആണ് റിലേറ്റീവ് സ്പീഡ് വരുന്നത്. അപ്പം മൊത്തം ഡിസ്റ്റൻസ് എത്രയാണ്? 750. റിലേറ്റീവ് സ്പീഡ് 4.5 ആണ്. അപ്പോൾ 4.5നെ ഞാൻ ഇത് km/h, ഇതിനെ m/s എന്ത് ചെയ്യണ്ടേ? × 5/18 കൊടുക്കണം. അപ്പം ഇത് വരുമ്പോൾ എന്താ? തിരിഞ്ഞു വരും. മൊത്തം പോയിട്ട് എന്താണ്? 18/5 എന്ന് വരും. എന്താ? 18/5 എന്ന് വരും. ഇവിടെ താഴത്തെ പോയിന്റ് കളഞ്ഞാൽ എന്താ? മുകളിൽ എന്തായാലും 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 7ഉം 5ഉം 750 കൊണ്ട് വെട്ടിപ്പോയാൽ എത്രയാണ്? 150 വരും. ഇവിടെ 10 പോയിട്ട് ഇവിടെ എന്താ? 45 ആവും. 45. 45നെ 18നെ 3 കൊണ്ട് വെട്ടിയാൽ എത്ര? ഇവിടെ 6 വരും, ഇവിടെ 15 വരും. അപ്പം ഇത് എത്രയാണ്? 10 വരും. ആൻസർ എത്ര വരുന്നത്? 600 വരും. 600 സെക്കൻഡാണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ലാസ്റ്റ് ക്വസ്റ്റ്യനാണ്. ഇവിടെ എന്താ? ബോർഡ് മാസാണ് ഉപയോഗിക്കേണ്ടത്. ഇവിടെ എന്താ? ഓഫ് ആദ്യം കൊടുക്കുമ്പോൾ 15 / 3/2 ആണ്. അപ്പം ഇതാദ്യം ചെയ്യണം. അപ്പം 3 × 2 ചെയ്താൽ മതി. അപ്പം 6 × 2 + 9/18. അങ്ങനെ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്? +9 / 18/2 ആണ്. 18/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 36 ആണ്. അപ്പം 36 × 4
-4/8 ഇൻറ്റു 2 ചെയ്യണം. ഇനി ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റുന്നത്? 15/6 ഇൻറ്റു 2 പ്ലസ് 9/36 ഇൻറ്റു 4 മൈനസ് 4/8 ഇൻറ്റു 2 എന്ന് എഴുതാൻ പറ്റും. ഇനി ഇത് വെട്ടിപ്പോയാൽ എത്ര? 4 വരും. അപ്പം -1 ഇവിടെ വരും, മൊത്തം -1 വരും. ഇനി 9 36 കൂടെ വെട്ടിപ്പോയാൽ എത്ര? അതായത് 3 3s are 9, 3 12s are 36, 3 4s are 12, 4 ഉം 4ഉം കട്ട് ചെയ്ത് പോയി. ഇവിടെ എന്താ 1 ആണ് വരിക. ഇനി പ്ലസ് ഇവിടുത്തെ കാര്യം, ഇത് 2 3 ആവും. 3 5s are 15 വരും. അപ്പം 5 + 1 - 1 വരും. എത്ര? 5 തന്നെയാണ് ആൻസർ. ഓപ്ഷൻ ഫസ്റ്റ് കറക്റ്റ് ആൻസർ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. മാത്സിലെ എല്ലാ ക്വസ്റ്റ്യനും ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അവസാനത്തേക്ക് വരുമ്പം എന്താണ്, എല്ലാം നല്ല ക്വസ്റ്റ്യൻ ആയിരുന്നു, ടൈം എടുത്ത് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. അടുത്ത ഷിഫ്റ്റിലെ ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് അടുത്ത ദിവസം കാണാം.